ഹലോ ടെക്നിക്കൽ സ്കൂളുകളിലെ പോളിടെക്നിക് കോളേജുകളിലെയും ട്രേഡ്സ്മാൻ ടർണിംഗ് തസ്തികയുടെ റാങ്ക് ലിസ്റ്റ് കേരള PSC ഇന്നലെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 52 പേരടങ്ങുന്ന മെയിൻ ലിസ്റ്റിൽ 17 ഉദ്യോഗാർത്ഥികൾ ഏണസ്റ്റ് അക്കാഡമിയുടെ സ്റ്റുഡൻസ് ആണ്. അതിൽ നമ്മുടെ വലിയൊരു സന്തോഷം എന്ന് പറയാൻ ആദ്യ 20-ൽ 10 റാങ്ക് നേടിയിരിക്കുന്ന ഏണസ്റ്റ് അക്കാഡമിയുടെ സ്റ്റുഡൻസ് ആണ്. ഇപ്പോൾ 3-4 ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ട്രേഡ്സ്മാൻ മെഷീനിസ്റ്റ് തസ്തികയുടെ റാങ്ക് ലിസ്റ്റ് കേരള PSC പബ്ലിഷ് ചെയ്തത്. അതിൽ 20 പേരടങ്ങുന്ന റാങ്ക് ലിസ്റ്റിൽ 8 ഉദ്യോഗാർത്ഥികൾ ഏണസ്റ്റ് അക്കാഡമിയുടെ സ്റ്റുഡൻസ് ആയിരുന്നു. അതിൽ ആദ്യ റാങ്കുകൾ 1, 2, 5 തുടങ്ങിയ റാങ്കുകൾ നമുക്ക് നേടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് ട്രേഡ്സ്മാൻ ടർണിംഗ് തസ്തികയുടെ റാങ്ക് ലിസ്റ്റിൻ്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കാം. ഇപ്പോൾ ആദ്യ റാങ്ക് നേടിയിരിക്കുന്നത് വിശാഖ് പോറ്റിയാണ്. വിശാഖ് പോറ്റി നമ്മുടെ പോളിടെക്നിക് ലെക്ചർ, വാട്ടർ അതോറിറ്റി, MBA കോഴ്സുകളൊക്കെ ഓൾറെഡി ജോയിൻ ചെയ്ത് പഠിച്ച ആളാണ്. ആ റാങ്ക് ലിസ്റ്റിലൊക്കെ തന്നെ അദ്ദേഹം സ്ഥാനം പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൽ അദ്ദേഹം ടോപ്പ് റാങ്ക് നേടിയിരിക്കുകയാണ്. വിശാഖ് പോറ്റിക്ക് ഏണസ്റ്റ് അക്കാഡമിയുടെ വക എല്ലാ ആശംസകളും അറിയിക്കുകയാണ്. ഇപ്പോൾ താമസിക്കുക തന്നെ അദ്ദേഹത്തിൻ്റെ സക്സസ് സ്റ്റോറി നമ്മുടെ യൂട്യൂബ് സ്പേസിൽ നമ്മൾ കവർ ചെയ്യുന്നുണ്ടാവും. 3rd റാങ്ക് നേടിയിരിക്കുന്ന അജൽ KV, 7th റാങ്ക് നേടിയിരിക്കുന്ന രഞ്ജിത്ത് K, 8th റാങ്ക് നേടിയിരിക്കുന്ന ശരത്, 10th റാങ്ക് നേടിയിരിക്കുന്ന മനു G, 11th റാങ്ക് നേടിയിരിക്കുന്ന അക്ഷയ്, 12th റാങ്ക് നേടിയിരിക്കുന്ന സൂരജ് സാറ് ഏണസ്റ്റ് അക്കാഡമിയുടെ ഫാക്കൽറ്റി ആയിരുന്നു. ഇപ്പോൾ കേരള വാട്ടർ അതോറിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുകയാണ്. 15th റാങ്ക് നേടിയിരിക്കുന്ന നിതിൻ ബാബു, 17th റാങ്ക് നേടിയിരിക്കുന്ന വിവേക്, 20th റാങ്ക് നേടിയിരിക്കുന്ന ടോം ജോസ്, 30th റാങ്ക് നേടിയിരിക്കുന്ന അതുൽ ജോയ്, 32nd റാങ്ക് നേടിയിരിക്കുന്ന വിനീഷ് MS, 37th റാങ്ക് നേടിയിരിക്കുന്ന അനീഷ് T, 38 ഗോവിന്ദ് SR, 39 മുസാദിഖ് TM. ഇപ്പോൾ 2 ദിവസങ്ങൾക്ക് മുമ്പ് വന്ന ട്രേഡ്സ്മാൻ മെഷീനിസ്റ്റ് തസ്തികയുടെ 2nd റാങ്ക് നേടിയിരിക്കുന്നത് മുസാഖ് TM ആണ്. അപ്പോൾ മുസാഖ് TMൻ്റെ സക്സസ് സ്റ്റോറി നമ്മുടെ യൂട്യൂബ് സ്പേസിൽ നമ്മൾ കവർ ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി, കഴിഞ്ഞ 2 തസ്തികകളിലും ട്രേഡ്സ്മാൻ മെഷീനിസ്റ്റിൻ്റെയും ട്രേഡ്സ്മാൻ ടർണർ തസ്തികയിലും വലിയൊരു വിജയം നമുക്ക് നേടാൻ സാധിച്ചു. ഒരു 2 ആഴ്ച മുമ്പായിരുന്നു പോളിടെക്നിക് ലെക്ചറർ IT ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തത്. 10 പേരടങ്ങുന്ന ലിസ്റ്റിൽ 7 ഉദ്യോഗാർത്ഥികൾ ഏണസ്റ്റ് അക്കാഡമിയുടെ സ്റ്റുഡൻസ് ആയിരുന്നു. അതിൽ ആദ്യ റാങ്കുകളും 1, 2 റാങ്കുകൾ നമുക്ക് നേടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതേപോലെ തന്നെ 3 ദിവസങ്ങൾക്ക് മുമ്പ് വന്ന വേറൊരു ലിസ്റ്റായിരുന്നു കേരള പോലീസ് സർവീസിലെ ഫോറൻസിക് സയൻസ് ലബോറട്ടറി സയൻറ്റിഫിക് ഓഫീസർ ഫിസിക്സ് തസ്തികയുടെ റാങ്ക് ലിസ്റ്റ്. ഇപ്പോൾ ആ റാങ്ക് ലിസ്റ്റിൻ്റെ ആദ്യ റാങ്ക് നേടിയ ശ്രുതില ഏണസ്റ്റ് അക്കാഡമിയുടെ സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ കഴിഞ്ഞ ഒരു 5.5 കൊല്ലമായി ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിൽ ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ്, സിവിൽ, കമ്പ്യൂട്ടർ സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റുകളിലെ ITI ഡിപ്ലോമ, BTech, MTech ക്വാളിഫിക്കേഷനുള്ള മിക്ക കോഴ്സുകളും നമ്മളിവിടെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കണ്ടക്ട് ചെയ്ത കോഴ്സുകളുടെ എല്ലാം റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത സമയത്ത് ഏകദേശം എല്ലാ റാങ്ക് ലിസ്റ്റിലും ആദ്യ റാങ്കുകൾ നമുക്ക് നേടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ റാങ്ക് ലിസ്റ്റിൻ്റെ നല്ലൊരു ശതമാനം ഉദ്യോഗാർത്ഥികൾ ഏണസ്റ്റ് അക്കാഡമിയുടെ സ്റ്റുഡൻസ് ആയിരുന്നു. ട്രേഡ്സ്മാൻ കമ്പ്യൂട്ടർ സയൻസിൻ്റെ റാങ്ക് ലിസ്റ്റിൽ ആദ്യ 21-ൽ 20 റാങ്ക് നമുക്ക് നേടാൻ സാധിച്ചു. ഇതേപോലുള്ള ചരിത്ര വിജയങ്ങൾ നമുക്ക് വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ എന്താണ് പറ്റുന്നത്? വളരെ സിമ്പിളാണ്. വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഏണസ്റ്റ് അക്കാഡമി അവരുടെ പ്രിപ്പറേഷൻസിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നു. അവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ട്സും നമ്മുടെ ഫാക്കൽറ്റീസും മെൻറ്റേഴ്സും നൽകി വരുന്നു. ജെയ്സൺ സാറിൻ്റെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന അക്കാഡമിക് ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റി എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. കാരണം ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിൽ ഡിഫറെൻറ്റ് ക്വാളിഫിക്കേഷൻസിലാണ് നമ്മൾ ഈ റിസൾട്ട് വീണ്ടും വീണ്ടും നമുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ഇപ്പോൾ ടെക്നിക്കൽ എക്സാംസ് ആണ് നിങ്ങൾ ഉന്നം വെക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ കോച്ചിങ്ങിന് നല്ലൊരു സ്ഥലമാണ് ഏണസ്റ്റ് അക്കാഡമി. ഇപ്പോൾ റീസെൻ്റായിട്ട് വന്ന വേറൊരു റിസൾട്ടായിരുന്നു മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലെ ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1 BTech ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കായിരുന്നു എഴുതാൻ പറ്റുന്നത്. ഇപ്പോൾ അതിൽ നമ്മൾ 2nd റാങ്ക് നേടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മെക്കാനിക്കലുകാർക്ക് വേണ്ടിയുള്ള 2 നോട്ടിഫിക്കേഷൻസ്, അതൊന്ന് ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡറിൻ്റെ ഓൾറെഡി നോട്ടിഫിക്കേഷൻ വന്നിട്ട് 2-3 മാസമായിട്ടുണ്ട്. അതിൻ്റെ എക്സാം ഡേറ്റ് ഇന്നലെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കോച്ചിങ് ഏണസ്റ്റ് അക്കാഡമിയിൽ അവൈലബിൾ ആണ്. ഓൾറെഡി ട്രേഡ്സ്മാൻ വെൽഡറിൻ്റെ എക്സാം നമ്മൾ നടത്തി വിജയകരമായിട്ട് പൂർത്തിയാക്കിയതാണ്. സെയിം സിലബസ് ആണ് ഈ എക്സാമിന്. ഇപ്പോൾ ഈ എക്സാമിന് നിങ്ങൾക്ക് നല്ലൊരു വിജയം കൈവരിക്കാൻ ഉറപ്പായിട്ടും ഏണസ്റ്റ് അക്കാഡമി നല്ലൊരു സ്പേസ് ആയിരിക്കും പഠിക്കാനായിട്ട്. അപ്പോൾ എന്തായാലും കോച്ചിങ് ജോയിൻ ചെയ്യാനായിട്ട് കമൻറ്റ് ബോക്സിൽ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. ഒപ്പം ഒരു കാര്യം കൂടെ ഓർമ്മിച്ചോട്ടെ, ഡിപ്ലോമ മെക്കാനിക്കലും അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ BTech മെക്കാനിക്കൽ ഓട്ടോമൊബൈൽ കഴിഞ്ഞവരും വളരെ കാത്തിരിക്കുന്ന ഒരു വിജ്ഞാനമാണ് അസിസ്റ്റൻറ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ. നെക്സ്റ്റ് ഇയറിലേക്ക് നമുക്ക് ഇതിൻ്റെ വിജ്ഞാപനം പ്രതീക്ഷിക്കാം. അപ്പോൾ അതിലേക്കുള്ള ലോങ് ടൈം ഫോക്കസ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് പഠിക്കാനും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഒപ്പം ഒരു കാര്യം കൂടെ ഓർമ്മിച്ചോട്ടെ, ഈ റാങ്ക് ലിസ്റ്റിലെല്ലാം നേടിയ ഉദ്യോഗാർത്ഥികളുടെ സക്സസ് സ്റ്റോറീസ് നമ്മൾ കവർ ചെയ്തത് യൂട്യൂബ് സ്പേസിൽ അവൈലബിൾ ആണ്. എന്തായാലും നിങ്ങളതൊന്ന് കാണണം. കാരണം വ്യത്യസ്ത സ്റ്റോറികളാണ്. കരിയർ ഗ്യാപ്പിനു ശേഷം പഠിച്ച ആൾക്കാർ, ജോലിയോടൊപ്പം പഠിച്ച ആൾക്കാർ,
അപ്പോൾ ആദ്യ PSC റാങ്ക് ലിസ്റ്റിൽ ആദ്യ PSC എക്സാം എഴുതിയിട്ട് ടോപ്പ് റാങ്ക് നേടിയ ഉദ്യോഗാർത്ഥികൾ, അങ്ങനെ ഡിഫറെൻറ്റ് സക്സസ് സ്റ്റോറീസാണ് അവിടെ കവർ ചെയ്തിരിക്കുന്നത്. ഏതെങ്കിലുമൊക്കെ സക്സസ് സ്റ്റോറീസ് നിങ്ങളുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടാകും. അത് നിങ്ങൾക്ക് ഒരു പുതിയ ഊർജ്ജം നിങ്ങൾക്ക് ലഭിക്കും. ഒപ്പം നല്ലൊരു ഗൈഡൻസോടെ നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് കൊണ്ടുപോവുകയാണെങ്കിൽ ഉറപ്പായും ഈ വിജയം നിങ്ങൾക്കും ആവർത്തിക്കാവുന്നതാണ്. ഇപ്പോൾ കൂടുതൽ ജോബ് അപ്ഡേറ്റ്സിന് വേണ്ടി നിങ്ങൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. നിങ്ങളുടെ പ്രിപ്പറേഷൻസിന് ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ്.